എന്നിട്ട് അവസാനം പുള്ളിക്കാരി എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡപ്പ് ചെയ്തത്. ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയില്ലായിരുന്നു. ഐ ഡിഡ്ന്റ് ഈവൻ ന്യൂ ദാറ്റ് യു എക്സിസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത്. പിന്നെയും ഫോണ് പ്രായം ഒക്കെ മാറി. ഷീ വാസ് ഇൻ 20s നടക്കുമ്പം, അപ്പൊ ഷീസ് ഇൻ 30s now. അപ്പൊ അതിന്റെ ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി അതല്ലാന്ന് അപ്പൊ നമ്മുടെ പേളി മാണിയും മറീന മൈക്കിളും തമ്മിലുള്ള പ്രശ്നമാണല്ലോ അല്ലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി നിൽക്കുന്നത്. ഏതാണ് സംഭവം എന്നൊന്നും ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നറിയാം. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ചെറിയൊരു വിശദീകരണം തരാം. അതായത് നടിയായിട്ടുള്ള മറീന മൈക്കിൾ ഒരു ഇന്റർവ്യൂവിൽ വെച്ച് അവർക്കുണ്ടായ ഒരു മോശം അനുഭവത്തെ കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്നാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. അവരെന്താ പറഞ്ഞ്, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു ചാനലിൽ മറീനെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വിളിക്കുകയുണ്ടായി. പക്ഷെ ഇന്റർവ്യൂവിന്റെ ദിവസമാകുമ്പോൾ ഷോന്റെ ആൾക്കാർ മറീനയെ വിളിച്ച് ഷോ ക്യാൻസൽ ചെയ്തെന്ന് പറയും. അടുത്ത ഷെഡ്യൂൾ കൊടുക്കും, അതും ക്യാൻസൽ ആകും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2-3 തവണ ക്യാൻസൽ ആയതിനു ശേഷം ഈ ചാനലിൽ നിന്നും മറീനക്ക് വീണ്ടും വിളി വന്നു. ഇത്തവണ പക്ഷേ പരിപാടി നടന്നു. അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ചാനലിന്റെ ഓഫീസിലേക്ക് എത്തിയ മറീന അവിടെ വെച്ചൊരു കാര്യം അറിയുന്നു. അതായത് ഒരുപാട് തവണ ഈ ഷോ ക്യാൻസൽ ആയല്ലോ. സോ അതിന് പിന്നിലുള്ള കാരണം ഇതിനു മുമ്പ് ഈ ഷോ ഹോസ്റ്റ് ചെയ്തിരുന്ന ആങ്കർ ആണ് എന്ന് ചാനലുകാർ മറീനയോട് പറഞ്ഞു. മറീനയാണ് ഗസ്റ്റ് എങ്കിൽ ഈ ഇന്റർവ്യൂ ചെയ്യില്ലെന്ന് ആങ്കർ പറഞ്ഞത്ര. ഇത്രയും കാര്യമാണ് ഒരു ഇന്റർവ്യൂവിൽ മറീന തുറന്നു പറഞ്ഞത്. അന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയ ചാനലിന്റെ പേരോ അതല്ലെങ്കിൽ താനാണ് ഗസ്റ്റ് എങ്കിൽ ഹോസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ ആങ്കറിന്റെ പേരോ ഒന്നും മറീന തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ആങ്കറിനെ കുറിച്ചുള്ള ചില സൂചനകൾ മറീന നൽകിയിരുന്നു. കാണാൻ തന്നെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാളാണ് എന്നും ഇപ്പൊ വലിയ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുത്ത് നടക്കുകയാണ് എന്നൊക്കെയാണ് മറീന പറഞ്ഞത്. അങ്ങനെ ഇത് കേട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാവരും കൂടി മറീന ഈ പറയുന്ന ആങ്കർ പേളിമാണിയാണെന്ന് അങ്ങ് ഉറപ്പിച്ചു. ഈ വിഷയം വലിയ ചർച്ചയായി. പേളിക്കെതിരെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാൻ തുടങ്ങി. അതോടെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പേളി എത്തിപ്പെട്ടു. അങ്ങനെ ഈ വിഷയത്തിൽ തന്റെ ഭാഗം പറഞ്ഞുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിലൂടെ ഒരു കുറിപ്പ് പുറത്തു വിട്ടു. ആ കുറിപ്പ് ഞാൻ സൈഡിൽ കൊടുക്കാം. സംഭവം ഇംഗ്ലീഷിലാണുള്ളത്. സോ വെറുതെ അത് വായിച്ചു പോകുന്നതിന് പകരം ഞാൻ നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്ത് തരാം. ഇനി വായിക്കേണ്ടവർക്ക് വായിക്കും ചെയ്യട്ടോ. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫിൽ പേളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ തന്റെയും മറീനയുടെയും പേരിൽ നടക്കുന്ന വിവാദത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ പേൾ എന്താക്കി നേരെ മറീനയെ വിളിച്ചു. കാര്യം ചോദിച്ചു. അതായത് ആ ഇന്റർവ്യൂവിൽ വെച്ച് പറഞ്ഞ ആങ്കർ താനാണോ എന്ന് പേളി ഡയറക്റ്റായി മറീനയോട് ചോദിച്ചെന്നാണ് പറയുന്നത്. മറീന അതേന്നും മറുപടി പറഞ്ഞു. അങ്ങനെ പേളി മറീനയോട് തന്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചു. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എല്ലാം മറീനയുടെ തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് ഫോണിലൂടെ മറീനയോട് പറഞ്ഞു എന്നാണ് പേളി പറയുന്നത്. എന്നാൽ മറീന അത് കേൾക്കാൻ പോലും കൂട്ടാക്കാതെ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു പോലും. ഇത്രയുമാണ് ഒന്നാമത്തെ പാരഗ്രാഫിലൂടെ പേളി പറയുന്നത്. എന്തായാലും മറീന പറഞ്ഞ ആങ്കർ പേളി തന്നെയാണെന്ന് അതിലൂടെ ഉറപ്പായല്ലോ. പേളി തന്നെ അത് സമ്മതിച്ച സ്ഥിതിക്ക് ഇനി ആ കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം അല്ലെ. ഇനി യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള തന്റെ വേർഷനാണ് 2ാമത്തെയും 3ാമത്തെയും പാരഗ്രാഫിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ പേളിമാണി പങ്കുവെക്കുന്നത്. അതായത് 2017 ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് പേളിമാണിയും ആ പ്രസ്തുത ചാനലും തമ്മിൽ പേയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പോലും. അങ്ങനെ പേളി താൻ ഹോസ്റ്റ് ചെയ്തിരുന്ന ഷോ ഹിറ്റ് ചെയ്തു പോയി. പേളി നിർത്തി പോയത് കാരണമായി പുതിയ ആങ്കറിനെ കണ്ടെത്താനും ഒക്കെയുള്ള ബുദ്ധിമുട്ട് കാരണമായി ഷോ പലതവണ മുടങ്ങി പോവുകയും യഥാസമയം ടെലികാസ്റ്റ് ചെയ്യാൻ കഴിയാതെ വരികയും ഒക്കെ ചെയ്തു. ഇങ്ങനെ ഷോ മുടങ്ങിയതോടെ അതിനെ കുറ്റം മുഴുവനും ചാനലുകാർ തന്റെ തലയിലേക്ക് ഇടുകയായിരുന്നു എന്നുള്ളതാണ് പേളി ഇവിടെ പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ അന്ന് പേയ്മെന്റ് ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് താൻ ഷോ ഹോസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ചത്. അതല്ലാതെ ഇപ്പോഴത്തെ വിവാദങ്ങളിൽ പറയുന്ന പോലെ മറീന ഗസ്റ്റായി വന്നത് കൊണ്ടല്ല എന്നാണ് പേളി പറഞ്ഞു വെക്കുന്നത്. പേളി പറയുന്ന ഈ പ്രസ്തുത ചാനൽ ഫ്ലവേഴ്സ് ടിവിയാണ്. ശ്രീകണ്ഠൻ നായരുമായി പേളി ഉടക്കിയെന്നാണ് പറയപ്പെടുന്നത്. പേളി ഫ്ലവേഴ്സ് ടിവിയിലെ കട്ടുറുമ്പ് എന്ന ഷോ ഹോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഇനിയാണ് പേളിയുടെ കുറിപ്പിലെ പ്രധാന ഭാഗം വരുന്നത്. റീസെന്റ് ഉണ്ടായ പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാണെന്നും മറീനയെ ആരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഒരു ഷോയിൽ ആരൊക്കെ ഗസ്റ്റായി വരണം വരണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഷോ പ്രൊഡ്യൂസർ കാണുന്നു. ആങ്കർക്ക് അത് തീരുമാനിക്കാനുള്ള പവർ ഇല്ല എന്നൊക്കെയാണ് പേളി പറയുന്നത്. മറീനയുടെ വിഷയത്തിൽ അന്നുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദി ചാനലുകാർ മാത്രമാണെന്നും സോ മുന്നോട്ട് വന്ന് ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റം ചാനലുകാർ കാണിക്കണമെന്നും ഒക്കെ പേളി പറഞ്ഞു വെക്കുന്നുണ്ട്. മറീനയോട് തനിക്ക് ദേഷ്യമില്ല എന്നും സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ എന്നും മറീന കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടൊക്കെയാണ് പേളി കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും പേളിയുടെ ഈ കുറിപ്പ് ഇറങ്ങിയതിനു ശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന മറീനയുടേത് എന്ന് പറയപ്പെടുന്ന ഒരു ഫോൺ സംഭാഷണം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോക്കാം. എടാ ഞാൻ ആ റെസ്പോൺസ് കണ്ടു. ഞാൻ ആക്ച്വലി എനിക്ക് ഇന്നലെ മുതൽ ഇങ്ങനെ കോൾസ് വരുന്നുണ്ട് ഓൺലൈൻ മീഡിയന്നും അവിടെ നിന്നൊക്കെ. ഞാൻ ഒരാളെ കോളും എടുത്തിട്ടില്ല. ഒന്നാമത് എടാ ഞാൻ ഒരാളുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം അവരുടെ കരിയർ വൈസുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ വീഡിയോയോ അങ്ങനെ ചെയ്ത വീഡിയോ ഒന്നുമല്ല. കാരണം അലിഗേഷൻ വന്നപ്പോൾ ആദ്യം വേറൊരു ആങ്കറിനെയും കൂടെ അതിൽ ഇൻവോൾവ് ആയിരുന്നു പേര്. അപ്പം ഞാൻ ആകെ അയ്യോ ഞാൻ പറഞ്ഞത് അബദ്ധമായോ എന്ന് എനിക്ക് തോന്നിയിരുന്നു ഒരു പോയിന്റിൽ. പക്ഷെ നമ്മളടുത്ത് ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മളത് പറയുമല്ലോ. അതിൽ പോലും ഞാൻ ആളുടെ പേര് ഒന്നും പറയരുത്, ഇൻസിഡന്റ് ഇതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതാണ്.
അപ്പം ആളിപ്പോൾ ഇങ്ങനെ ആളെന്നെ വിളിച്ചിരുന്നു. ആളെന്നെ സാനിഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. എന്നെ ഡയറക്റ്റ് പോലും അല്ല വിളിച്ചത്. വിളിച്ചിട്ട് സംസാരിച്ച് കുറെ കൺവിൻസ് ചെയ്യാൻ നോക്കി. അപ്പൊ ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വളരെ ഫേക്ക് ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയത് വെച്ചാൽ ആള് ഞാൻ ഇത് ഫ്ലവേഴ്സിൽ കട്ടറുമ്പ് എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു. ഈ കട്ടറുമ്പ് എന്ന് പറഞ്ഞ ഷോയിൽ ഫസ്റ്റ് വിളിക്കും, ഫസ്റ്റ് വിളിച്ച് ക്യാൻസൽ ചെയ്യും, രണ്ടാമത് വിളിച്ച് ക്യാൻസൽ ചെയ്യും. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഇങ്ങനെ ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്ത് എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് മൂന്നാമത് ഞാൻ വരുമ്പോഴേക്കും അതിന്റെ ആങ്കർ മാറിയിരുന്നു. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ പുള്ളിക്കാരിയാണ് ഹോസ്റ്റ് ചെയ്തതെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാനപ്പോൾ ആ സമയത്ത് വരുന്ന സമയത്ത് ഈ ചാനൽ ചീഫ്, ചാനലിന്റെ ഓണർ ശ്രീകണ്ഠൻ നായർ സാറും പുള്ളിക്കാരിയും തമ്മിൽ എന്തോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ട് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഈ ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു വിൽസൺ എന്തോ പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ പറയുന്നത്. അന്ന് സ്വാസികയുണ്ട് അവിടെ. അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത്, ഈ പുള്ളിക്കാരിക്ക് എന്നോട് ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. അതിനുശേഷം ഞാൻ ആളോട് ചോദിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാനോ ഒന്നും പോയിട്ടൊന്നുമില്ല. പക്ഷെ പുള്ളിക്കാരി പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇതായിട്ട് പെരുമാറും, ഡിഫറെന്റ് ആയിട്ട് പെരുമാറും. ഒരു കല്യാണമൊക്കെ വിളിച്ചു തന്നെ. സത്യത്തിൽ എന്നെ കല്യാണം അങ്ങനെ വലിയ ഒന്നല്ല വിളിച്ചത്. പക്ഷെ ഞാൻ ചുമ്മാ പോയി. എനിക്ക് അവരോട് കുഴപ്പമൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അല്ലാതെ ഞാൻ അങ്ങനെ വിചാരിച്ചു, ലൈക്ക് അറ്റ്ലീസ്റ്റ് അവർ അങ്ങനെ വിചാരിച്ചോട്ടെ, എനിക്ക് അവരോട് ഒരു പ്രശ്നമില്ല എന്ന്. അതാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിൽ നിന്ന് പോകുമല്ലോ എന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അതിനൊക്കെ പോയെ. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു. അപ്പം ഇവരെന്നെ ഫോണിൽ വിളിച്ച സമയത്താണെങ്കിലും ഞാൻ ഇവർ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഞാൻ ഒരിടത്ത് റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് നിങ്ങളോട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എനിക്കിങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. പിന്നെ എനിക്കത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇവർ തന്നെ വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. കാരണം മുംബൈ ടാക്സി ഏതൊരു പടത്തിൽ അവരായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത്. അതിനുശേഷം അത് എന്നെ ആക്കിയപ്പോൾ അവർക്കത് ഭയങ്കര മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാവും, അതൊക്കെ മനുഷ്യ സഹജമാണ്, അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ആ ഏജിന്റെയും എല്ലാം ആണ്. അതൊക്കെ പോട്ടെ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ. അതായത് 2015 പുറത്തിറങ്ങിയ മുംബൈ ടാക്സി എന്ന് പറയുന്ന സിനിമയിൽ ആദ്യം കാസ്റ്റ് ചെയ്തത് പേളിമാണി ആയിരുന്നു. എന്നാൽ പിന്നീട് അവിടുന്ന് പേളിയെ മാറ്റി മറീനക്കാർ റോള് കൊടുക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു കാരണം കൊണ്ടാണത്രേ പിന്നീട് 2017 ഫ്ലവേഴ്സിലെ കട്ടറുമ്പ് എന്ന ഷോയിൽ മറീന വരുന്നതെങ്കിൽ താൻ ഷോ ഹോസ്റ്റ് ചെയ്യില്ല എന്ന് പേളിമാണി പറഞ്ഞത്. അതായത് മുംബൈ ടാക്സി എന്ന സിനിമയിൽ തന്റെ അവസരം പോകാൻ കാരണക്കാരി മറീനയാണെന്നായിരുന്നു പേളി വിശ്വസിച്ചിരുന്നത്. അതിന്റെ ഒരു ദേഷ്യവും ഈഗോയും പേളിയുടെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവസരം കിട്ടിയപ്പോൾ അതിന് പകരം വീട്ടിയതാണെന്നാണ് മറീന പറയുന്നത്. ഈ ഒരു കാര്യം, അതായത് മറീനയുമായിട്ടുള്ള ഇന്റർവ്യൂ താൻ മുടക്കി എന്നുള്ള കാര്യം പേളി തന്നെ അവരുടെ സുഹൃത്തിനോട് പറഞ്ഞിരുന്നുവെന്നും ആ സുഹൃത്ത് പിന്നീട് തന്നോട് ഈ കാര്യം വെളിപ്പെടുത്തിയെന്നും മറീന പിന്നീട് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് പേയ്മെന്റ് ഇഷ്യൂ കാരണമാണ് അന്ന് താൻ ഷോ ഹോസ്റ്റ് ചെയ്യാതിരുന്നത് എന്ന പേളിയുടെ വാദം ശരിയല്ല എന്നാണ് മറീനയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ബാക്കിയോട് കേട്ടോക്കാം. പക്ഷെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സംസാരിച്ചിട്ട് ഞാനിത് എനിക്ക് വിശ്വാസം വന്നില്ല. കാരണം എന്നോട് ആദ്യം പറഞ്ഞത് സാറുമായിട്ട് പ്രശ്നമൊന്നുമില്ല എന്ന്, ശ്രീകണ്ഠൻ നായർ സാറുമായിട്ട് ഒരു പ്രശ്നമില്ല എന്നാണ് പുള്ളിക്കാരി പറയണത്. അപ്പൊ തന്നെ എനിക്ക് തോന്നി അത് സത്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന്. അപ്പൊ ഞാൻ ഓക്കെ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം വിശ്വസിച്ചു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ ആണല്ലേ, ഓക്കെ. പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച്, എന്നിട്ട് അവസാനം പുള്ളിക്കാരി എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡപ്പ് ചെയ്തത്. ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയില്ലായിരുന്നു, ഐ ഡിഡ്ന്റ് ഈവൻ ന്യൂ ദാറ്റ് യു എക്സിസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത് പിന്നെയും ഫോണ്. എനിക്കതിനും പരാതിയും കാര്യങ്ങളൊന്നുമില്ല. ആൾക്കാർ, ഞാൻ നിന്നോട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിത് വേറൊരു പേഴ്സൻ്റെ അടുത്ത് ഒരു മീഡിയയിലെ ഒരു ക്യാമറയുടെ മുമ്പിലൊന്നും ഇരുന്ന് പറയാനോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല ഇതിനെപ്പറ്റി. കാരണം എനിക്ക് ആളുടെ പേരും പറയണ്ട, എനിക്ക് ഒരു കാര്യങ്ങളും ഇനി ഫെർദർ ഡിസ്കസ് ചെയ്യണ്ട. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമല്ല. ഇപ്പം എല്ലാവരും പ്രായം ഒക്കെ മാറി, ഷീ വാസ് ഇൻ 20s നടക്കുമ്പം, അപ്പോൾ ഷീസ് ഇൻ 30s now. അപ്പം അതിൻ്റെ ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതല്ല എന്നുണ്ടെങ്കിലും ഐ ഹോപ്പ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം ബെറ്റർ ആവും എന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു ഇന്റൻഷനേ ഉണ്ടായിരുന്നില്ല ഒരാൾക്കിട്ട് പണി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ഇതാവണം എന്നുള്ളത്. ഐ ഓൾവേസ് വാണ്ടഡ് ടു മേക്ക് ഹർ ഫീൽ ലൈക്ക് എനിക്ക് അവരായിട്ട് ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പിന്നീട് കാണുമ്പോൾ സംസാരിച്ചതും ഒക്കെ. അപ്പം എനിക്കറിയില്ല, എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പോലെ എനിക്ക് തോന്നിയത്. ഓക്കെ, പേളി തന്റെ കുറിപ്പിലൂടെ പറയുന്നത് മറീനയെ ഫോൺ വിളിച്ചപ്പോൾ സഹകരിച്ചില്ല, താൻ പറയുന്നൊന്നും കേൾക്കാൻ തയ്യാറായില്ല, ഫോൺ വെച്ച് പോയി എന്നൊക്കെ ആയിരുന്നു അല്ലെ. എന്നാൽ മറീന പറയുന്നത് എന്താണെന്നുള്ള എല്ലാവരും കേട്ടില്ല. ഐ ഡോണ്ട് ഈവൻ നോ ദാറ്റ് യു എക്സിസ്റ്റഡ് എന്നും പറഞ്ഞുകൊണ്ട് മറീനയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് പേളിമാണി ഫോൺ വെച്ച് പോയത്ര.
ഇത് സത്യമാണെന്ന് അറിയില്ല. സത്യമാണെങ്കിൽ പേളിയുടെ ഭാഗത്തു നിന്നും ആരും പ്രതീക്ഷിക്കാത്തൊരു മറുപടിയാണ് ഇതെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് മോട്ടിവേഷൻ പറഞ്ഞ് നടക്കുന്ന ഒരാൾ മറ്റൊരു വ്യക്തിയോട്. നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അതായത് താൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള തരത്തിൽ സംസാരിച്ചിട്ട് ഫോൺ വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇനി പേളി മറീനയെ ഫോൺ ചെയ്തതുമായി ബന്ധപ്പെട്ട് മറീനയുടെ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വലിയൊരു പോസ്റ്റാണ്. സോ അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ വായിച്ചുതരാം. ആൻഡ് അവരുടെ പ്രതികരണത്തിൽ അവർ മറീനയെ വിളിച്ചതായി പറയുന്നുണ്ട്. അതിൽ ചില ചോദ്യങ്ങൾ: ആരുടെ ഫോണിൽ നിന്ന് വിളിച്ചു? നേരിട്ട് ആദ്യമേ സംസാരിച്ചോ? ആദ്യമേ കാര്യം അഡ്രസ്സ് ചെയ്തുവോ? എങ്ങനെ ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിലേക്ക് എത്തി? ഇനി ആരാണ് വിളിച്ചത്? മറ്റൊരു വ്യക്തി വിളിച്ചു, ഈ വിഷയം അറിഞ്ഞെന്ന് പറഞ്ഞ് മറീനയോട് സംസാരിക്കുന്നു. ആരാണ് ആ ആങ്കർ എന്ന് പറയാൻ നിർബന്ധിക്കുന്നു. അയാളോട് സംസാരിക്കുന്നത് സ്പീക്കറിൽ ഇട്ട് കേട്ട് അടുത്ത് തന്നെ ഈ ആങ്കർ നിൽക്കുകയും ശേഷം സംസാരിച്ച് തുടങ്ങുകയും ചെയ്യുന്നു. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അതായത് പേളി മറീനയെ നേരിട്ടല്ല ഫോണിൽ വിളിച്ചത്, മറ്റൊരു സുഹൃത്തിനെ കൊണ്ടാണ് വിളിപ്പിച്ചത്. എന്നിട്ട് ഈ സുഹൃത്ത് മറീനയും തമ്മിൽ സംസാരിക്കുന്നത് ലൗഡ് സ്പീക്കറിൽ ഇട്ടുകൊണ്ട് പേളി കേൾക്കുകയും ഇടയ്ക്ക് കയറി സംസാരിക്കുകയുമാണ് അത്ര ചെയ്തത്. അതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ അല്ലെ? നേരിട്ട് വിളിച്ച് സംസാരിച്ചാൽ പോരെ. എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ ഇപ്പൊ മറീനയുടെ ഭാഗവും പേളിയുടെ ഭാഗവും രണ്ടുപേരുടെ ഭാഗവും നമ്മൾ കേട്ട് കഴിഞ്ഞു. രണ്ടുപേരും സ്വയം ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത് അല്ലെ, സ്വാഭാവികം. പേളിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫാൻസ് ഉണ്ട്. അവരുണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ഉണ്ട്. ഈ ഒരു വിവാദം വന്നതോടെ ആ ഇമേജിന് വലിയൊരു രീതിയിൽ കോട്ടം തട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ തന്റെ ഭാഗം മാക്സിമം ന്യായീകരിക്കാൻ അവർ ശ്രമിക്കും. മറുഭാഗത്ത് മറീനയാണെങ്കിൽ താൻ ഗസ്റ്റ് ആയതുകൊണ്ടാണ് പേളി ആ ഷോ ഹോസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ചത് എന്ന കാര്യം ഫ്ലവേഴ്സിൽ നിന്നുള്ള പേളിയുടെ ഒരു സുഹൃത്തിൽ നിന്നും നേരിട്ട് കേട്ട് കൺഫേം ആക്കിയ കാര്യമാണ്. സോ അവരും അവരുടെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇനിയിപ്പോ ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ളത് ഫ്ലവേഴ്സ് ടിവിയാണ്. പേയ്മെന്റ് ഇഷ്യൂ കാരണമായതുകൊണ്ടാണോ അതോ മറീന ഗസ്റ്റ് ആയതുകൊണ്ടാണ് പേളി ആ ഷോ ഹോസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ചത് എന്ന കാര്യം ഫ്ലവേഴ്സ് ടിവി പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഈ വിഷയം അതോടെ തീരും. അവർക്കാണല്ലോ യഥാർത്ഥ സത്യം അറിയുന്നത്. പക്ഷെ ഈ ഇഷ്യൂവിൽ ഫ്ലവേഴ്സ് കയറി ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിങ്ങനെ എവിടെയും എത്താതെ നീറി പൊകഞ്ഞ് നിൽക്കത്തേ ഉള്ളൂ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.